നമ്മളോടൊപ്പം ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ ശ്രീ പ്രവീൺ പ്രസാദ് ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ പ്രവീൺ പ്രസാദ്, എന്താണ് ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ജനൻ ടി വി ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതിൽ തന്നെ അഭിനന്ദനം. അടുത്തതായി ഞങ്ങൾ ഈ ഗുരുപൂജ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായ SFIക്കും DYFIക്കും അഭിനന്ദനം നേരുന്നു. കാരണം ഇത് ചർച്ചയാകാതെ ഇത്രയും വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഗുരുപൂജ ഇത്ര ആളുകളിലേക്ക് എത്തിച്ചു. പിന്നെ അധ്യാപകർക്ക് വേണ്ടി റീത്ത് വെച്ച SFI ചെയ്ത ആ ഒരു പ്രവൃത്തിയേക്കാൾ ഇതെന്തുകൊണ്ടും ഗുരുക്കന്മാരെ പൂജിക്കാൻ കിട്ടുന്ന ഒരു അവസരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു നല്ല മാതൃകയാക്കി സ്വന്തം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലെ ഗുരുക്കന്മാരെ ദൈവത്തിനേക്കാൾ മുകളിൽ കാണുന്ന ഒരു സംസ്കാരത്തിലൂടെ വളരാൻ ഭാഗ്യം കിട്ടി. ഗുരുപൂജ ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ അഭിമാനം തോന്നുന്നു. ശരി, വളരെ നന്ദി ശ്രീ പ്രവീൺ പ്രസാദ് പ്രതികരിച്ചതിന്. അതാണ്, അധ്യാപകർക്ക് ശവമഞ്ചമൊരുക്കി അധ്യാപകരുടെ കസേര കത്തിച്ച് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും അഭികാമ്യമല്ലേ അധ്യാപകരെ കാണുമ്പോൾ ഇരു കൈകളും കൂപ്പി ഒന്ന് വണങ്ങുന്നത്, തങ്ങൾക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ ഒന്ന് ആദരിക്കുന്നത് ഒരു ദിവസമെങ്കിലും എന്നുള്ളതാണ്.